തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതിരോധവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയിരിക്കുകയാണ്. രാഹുലിന്റെ രാജി ഉടനില്ല, രാജി പ്രഖ്യാപിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ തനിക്കെതിരെ ഉയർന്ന ട്രാൻസ് വുമണായിട്ടുള്ള അവന്തിക ഉയർത്തിയ ആരോപണങ്ങളിൽ ഒരു പ്രതിരോധം നടത്തുക മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് ചെയ്തത് എന്നുള്ളതാണ്. അവന്തികയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ചാറ്റിന്റെ രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. എന്തായാലും ഇപ്പോൾ പ്രതിരോധിക്കുകയാണ്. പിന്നീട് ബാക്കി ഓരോരോ ദിവസങ്ങളിലായി ബാക്കിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താം എന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട് തനിക്കെതിരെ ഉയർന്ന ഒരു ആരോപണം മാത്രം, ട്രാൻസ്ജെൻഡറായ അവന്തിക ഉയർത്തിയ ആരോപണത്തിന് മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം തീർത്തിരിക്കുന്നത്. മറ്റ് കോൾ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടിയും ഇല്ല എന്നുള്ളതാണ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വന്ന് തനിക്കെതിരെ ഉയർന്ന ഒരു ആരോപണത്തിനാണ് തെളിവുകൾ അടക്കം പ്രതിരോധം തീർത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? മറ്റ് വിവരങ്ങൾ? സ്വാതി, പ്രധാനമായും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒരൊറ്റ ആരോപണത്തിന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞത്. നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവയൊന്നും കേൾക്കാനുള്ള മനസ്സ് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചില്ല. തനിക്ക് എന്തൊക്കെയാണോ പറയാനുണ്ടായിരുന്നത് അതെല്ലാം പറഞ്ഞതിന് ശേഷം രാഹുൽ തിരികെ ആ മുറിയിലേക്ക് കയറി പോവുകയായിരുന്നു. നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പിന്നാലെ ചോദിച്ചെങ്കിലും ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കോൾ റെക്കോർഡിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ കൃത്യമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്ക് എന്താണോ പറയാനുണ്ടായിരുന്നത് അത് ട്രാൻസ്ജെൻഡർ വുമൺ അവന്തികയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം മറുപടി പറഞ്ഞുകൊണ്ട്, ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം പ്രതിരോധം തീർത്തുകൊണ്ട് ബാക്കി മുഴുവൻ കാര്യങ്ങളിലും മറുപടി നൽകാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ ആ മുറിയിലേക്ക് കയറിപ്പോയത്. നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4-5 ദിവസമായി ഉണ്ടായ ആരോപണങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന കോൾ റെക്കോർഡിലെ ഗുരുതര ആരോപണങ്ങൾ, വധഭീഷണി രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ നിരവധി ചോദ്യങ്ങളിൽ ഒന്നിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ആദ്യം മാധ്യമങ്ങളെ കണ്ട ദിവസവും സമാനമായ രീതിയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പറഞ്ഞു തീർത്തുകൊണ്ട് കയറിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ, ഈ ദിവസം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട ശേഷം തിരികെ മുറിയിലേക്ക് കയറിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രമായിരുന്നു പ്രതിരോധം തീർത്തത്. അത് ട്രാൻസ്ജെൻഡർ വുമൺ അവന്തിക ഉയർത്തിയ ആരോപണങ്ങളിൽ മാത്രമാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്, ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത്. ബാക്കിയുള്ള ഒരൊറ്റ കാരണങ്ങളിൽ പോലും, ഒരൊറ്റ ചോദ്യത്തിന് പോലും കാത്തു നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ തൻ്റെ മുറിയിലേക്ക് കയറി പോവുകയായിരുന്നു. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നയാളാണ്. ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നു. കോൾ റെക്കോർഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കോൾ റെക്കോർഡിംഗ്സിലടക്കം ഗുരുതരമായ ആരോപണങ്ങൾ, വധഭീഷണി അടക്കം മുഴക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കാര്യങ്ങളിൽ ഒന്നിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി മറുപടി പറയാൻ തയ്യാറായില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് തരാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം മാധ്യമങ്ങൾക്ക് നൽകാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ കയറിപ്പോയത്. മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നു തനിക്ക് കുറച്ചധികം കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്, അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരിടത്തു പോലും ഇടപെടാതെ രാഹുലിനെതിരെ അതീവ ഗൗരവകരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളാണ് ഉണ്ടായത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം ഇക്കാര്യം നമ്മൾ സമൂഹത്തിന് മുൻപിലേക്ക് വരികയും ചെയ്തതാണ്. എന്നാൽ അവന്തികയ്ക്ക് മാത്രമാണ് ഇപ്പോൾ രാഹുൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് തന്നെ കുടുക്കാനുള്ള ശ്രമമായിരുന്നു അത് എന്നുള്ള തരത്തിലുള്ള തെളിവുകളാണ് രാഹുൽ നിരത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാഹുൽ മാധ്യമങ്ങളെ കണ്ടത് എന്തിനാണ്? എന്ത് ന്യായീകരിക്കാനുള്ള ശ്രമമായിരുന്നു രാഹുലിൻ്റേത്? സ്വാതി, അത് തന്നെയാണ്. ഏകദേശം അനവധി കാര്യങ്ങൾ, ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഒരൊറ്റ ചോദ്യത്തിന് മാത്രമാണ്, ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണം അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത്. അത് ട്രാൻസ്ജെൻഡർ വുമൺ ആയിട്ടുള്ള അവന്തികയുടെ ആരോപണത്തിൽ മാത്രമായിരുന്നു അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. അവർ സുഹൃത്തുക്കളാണ്. അത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകൻ അവരെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പല കാര്യങ്ങളും ചോദിക്കുകയുണ്ടായി. അവന്തിക അത് തനിക്ക് ആ കോൾ റെക്കോർഡ് അയച്ചു തരികയും ചെയ്തു. അത് നമ്മളെ കേൾപ്പിക്കുകയും മാധ്യമങ്ങളെ കേൾപ്പിക്കുകയും അതിലൊരു പ്രതിരോധം തീർക്കാൻ മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നു തനിക്ക് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്, ആ കാര്യങ്ങൾ കേൾക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ കേട്ട ശേഷം മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയാനുള്ള അവസരം മാധ്യമപ്രവർത്തകർ ഒരുക്കിയത്. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം തിരികെ മറ്റൊരു ചോദ്യങ്ങൾ
ചോദ്യങ്ങൾക്കും കാത്തു നിൽക്കാതെ മറ്റൊരു ചോദ്യങ്ങൾക്കും മറുപടി നൽകാതെ അദ്ദേഹം അവിടെ നിന്ന് മുറിയിലേക്ക് കയറി പോവുകയായിരുന്നു. നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാൾ റെക്കോർഡിങ്സിൻ്റെ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും അതിൽ പറയുന്ന ആരോപണങ്ങളെ പറ്റിയുമുള്ള ചോദ്യങ്ങളിലൊന്നും തന്നെ അദ്ദേഹം മറുപടി നൽകിയില്ല. ഈ തരത്തിലുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തിരികെ മുറിയിലേക്ക് കയറി പോവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ഏറ്റവും ഗുരുതരമായ കാര്യം, ഈ പറയുന്ന ആരോപണങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിൽ ഒരു ന്യായീകരണത്തിനോ ഒന്നും തന്നെ ആരും തയ്യാറാകുന്നില്ല. ഈ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും രാജിവെക്കണമെന്ന സമ്മർദ്ദം ഉണ്ടായിട്ടും ഒരു തവണ പോലും ഈ ഉണ്ടാകുന്ന ആരോപണങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി നൽകാനില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിനൊന്നും അദ്ദേഹം കാത്തുനിന്നില്ല. അദ്ദേഹത്തിന് എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത് പൂർണ്ണമായും അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വിശദീകരിച്ചു കഴിഞ്ഞു. തിരികെ ചോദ്യങ്ങൾക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം മുറിയിലേക്ക് കയറിപ്പോയി. സ്വാതി. ശരി ശ്രീരാജ്, ഒരു ആരോപണങ്ങൾക്കും ഉത്തരമില്ല. അവന്തികയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ അവിടെ സംസാരിക്കുകയുണ്ടായത്. ആസിഫ് കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ആസിഫ്, ഒന്നിനും ഉത്തരമില്ല. ചില നെടുന്യായങ്ങൾ മുന്നോട്ട് വെച്ച് എല്ലാ ആരോപണങ്ങളെയും ഒന്നുമല്ലാതാക്കാനുള്ള ശ്രമം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നടത്തിയത്. രാജിപ്രഖ്യാപനമില്ല, രാഹുലിന്റെ ഭാഗത്തു നിന്നുമില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ ഒരു കാര്യത്തിൽ, അവന്തികയുടെ കാര്യത്തിൽ മാത്രമാണ് രാഹുൽ അവിടെ സംസാരിക്കുകയും ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. കാരണം രാഹുൽ വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചത് ആദ്യം രാഹുലിന് പറയാനുള്ളത് രാഹുൽ പറയുന്നു, അതിനുശേഷം രാഹുലിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു എന്നുള്ള തരത്തിലാണ്. ആ തരത്തിലായിരുന്നു രാഹുലിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ തുടക്കമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസ് വുമൺ അവന്തികയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിന് മാത്രം മറുപടി പറഞ്ഞ് മടങ്ങുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പോലും അവന്തികയുമായി ബന്ധപ്പെട്ട അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അതൊക്കെ പിന്നീട് വന്ന അല്ലെങ്കിൽ രാഹുലിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് യുവതിയെ ഗർഭം ധരിപ്പിച്ച് അതിന് ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നു. ആ യുവതിയോട് മോശമായി പെരുമാറുന്നതും അത് ആ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഭീഷണി അടക്കമുള്ള വധഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. അങ്ങനെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുലിനെതിരെ നിലനിൽക്കുമ്പോൾ അതിൽ ഏറ്റവും ദുർബലമായ ആരോപണം എന്ന് പറയാൻ കഴിയുന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ചെറുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആരോപണത്തിന് മാത്രം രാഹുൽ മറുപടി പറഞ്ഞ് പോകുന്നു എന്നുള്ളതാണ്. അതിന് രാഹുൽ ചില തെളിവുകൾ നിരത്തുന്നുണ്ട്. അത് ഈ ഒരു ആരോപണം ഉന്നയിപ്പിച്ചത് മാധ്യമപ്രവർത്തകൻ അത് ആ ആരോപണം ഉന്നയിപ്പിച്ചതാണ്, തനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ആ ആരോപണം നിർബന്ധിച്ച് ഉന്നയിപ്പിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ വിശദീകരിച്ച് പോകുന്നത്. പക്ഷേ അതേസമയം ഏറ്റവും ഗുരുതരമായ ആരോപണം യുവതി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതിലൊന്നും ഒരു മറുപടിയും അതിനുള്ള ചോദ്യങ്ങൾക്ക് പോലുമുള്ള അവസരം രാഹുൽ നൽകുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അത് ഇന്ന് ഈ വിഷയം പറയുന്നു, നാളെ ഇനി മറ്റേതെങ്കിലും വിഷയവുമായി വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. പക്ഷേ രാഹുലിനെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണത്തിന് യാതൊരു തരത്തിലുമുള്ള മറുപടി പറയുന്നില്ല. ചോദ്യങ്ങളോട് മുഖം തിരിച്ചുകൊണ്ടാണ് രാഹുൽ പിൻവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചോളം ഇന്ന് ഈ ഒരു വിഷയം ഇടുകയും തനിക്കെതിരായ ആരോപണങ്ങൾ, അത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് തനിക്ക് എതിരെ വരുന്നതെന്നും അത് എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ഒരു നറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ രാഹുലിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ രാഹുൽ പ്രധാനമായും അത് ചില ഓഡിയോ സംഭാഷണങ്ങൾ അടക്കം അവന്തികയുമായും നടത്തിയ സംഭാഷണം പുറത്തുവിടുന്നു. ആ സംഭാഷണത്തിന് മുമ്പ് അവന്തികയുമായി സംസാരിച്ചതും അവന്തിക തന്നോട് സംസാരിച്ചതും ഇത് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ആണ് എന്നുള്ള തരത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളുമാണ് രാഹുൽ ഇന്ന് നടത്തിയിട്ടുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട ആരോപണമായ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ആ യുവതിയുടെ ആരോപണം, അതിനെ നിർബന്ധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, അതിനെ വഴങ്ങാത്തപ്പോൾ ഭീഷണിപ്പെടുത്തിയതുമായുള്ള ആരോപണം, ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ആരോപണം ഉയരുന്നത്. രാഹുൽ മോശമായി സംസാരിച്ചു എന്നുള്ള ആദ്യ ആരോപണം ഉയരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 3 ദിവസമായി നിരവധി ഓഡിയോ സംഭാഷണങ്ങൾ അടക്കം പുറത്തു വരികയും അതിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ഒരു ആരോപണങ്ങൾക്കും രാഹുൽ മറുപടി പറയുന്നില്ല. മാത്രമല്ല ആ യുവതിയോട് അസഭ്യ വർഷം ചൊരിഞ്ഞുകൊണ്ട് അടക്കം രാഹുൽ ഇന്നലെ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ രാഹുലിനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ ഇന്ന് കെ മുരളീധരൻ അടക്കം എടുത്തു പറഞ്ഞ ഓഡിയോ സംഭാഷണം, ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൻ്റെ
ഗൗരവം ബോധ്യപ്പെട്ടത് എന്ന് കെ മുരളീധരൻ അടക്കം എടുത്തു പറഞ്ഞ ഓഡിയോ, അത് ആ യുവതിയുടെ സംഭാഷണമായിരുന്നു. ആ യുവതിയെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന സംഭാഷണമായിരുന്നു. പക്ഷേ ആ ഒരു സംഭാഷണത്തെക്കുറിച്ചോ ആ ഒരു ആരോപണത്തെക്കുറിച്ചോ ഒരു മറുപടിയും ഇല്ലാതെയുള്ള ഒരു പിന്മാറ്റമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ രാഹുൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിധത്തിലാണ്. അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട, അവന്തിക ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് അത് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്, ഇതുപോലെയാണ് തനിക്കെതിരെയുള്ള മറ്റ് ആരോപണങ്ങളും എന്ന് പറയാതെ പറഞ്ഞു പോകാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ആസിഫ്. ഒരു ഉത്തരമില്ല, ആകെ ഒരു കാര്യത്തിൽ പിടിച്ചു തൂങ്ങി തനിക്കെതിരെ വന്ന എല്ലാ ആരോപണങ്ങളെയും നിഷ്പ്രഭമാക്കാനുള്ള രാഹുലിന്റെ കുതന്ത്രമാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്.